ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിൽ നിലവിൽ കളിക്കുന്നവരിൽ ഏറെ ഫാൻസ് ഉള്ളതും അതുപോലെ തന്നെ ഹേറ്റേഴ്സ് ഉള്ളതുമായ താരം. പ്രകടനം വെച്ച വിലയിരുത്തിയാൽ ഇന്ത്യയുടെ നട്ടല്ലാകുന്ന ഓൾറൗണ്ടറും രക്ഷകനുമൊക്കെയാണ് അദ്ദേഹം. എന്നാൽ പലപ്പോഴും ആറ്റിറ്റ്യൂഡാണ് താരത്തിന് വിനയായി മാറാറുള്ളത്. ഓവർ അഗ്രസീവ്നെസ്സും സഹതാരങ്ങളോട് കാണിക്കുന്ന പെരുമാറ്റവും കാരണം പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നത് പാണ്ഡ്യയ്ക്ക് പതിവാണ്. അതുകൊണ്ട് തന്നെ സഹതാരങ്ങൾക്കായാലും ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിലായാലും പാണ്ഡ്യയോട് അത്ര മതിപ്പൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുതിർന്ന താരങ്ങൾ ഇത്തവണ IPL തുടങ്ങുന്നതിന് മുൻപ് തന്നെ പാണ്ഡ്യക്കെതിരെ പരസ്യ നിലപാടുമായി രംഗത്ത് വന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി എന്ന പോലെ തന്നെ IPLലും താരമെന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരുപിടി മികച്ച റെക്കോർഡുകളുള്ള താരം തന്നെയാണ് പാണ്ഡ്യ. എന്നിട്ടും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചർച്ചയായിരുന്നു ശ്രദ്ധേയമായി മാറിയത്. മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തിരിക്കാൻ ഹാർദിക് യോഗ്യനല്ല എന്നും പകരം സൂര്യകുമാർ യാദവിനെ നായകനാക്കണമെന്നുമാണ് പ്രധാനപ്പെട്ട വാദം. അതുതന്നെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. ലോകകപ്പ് നേടിയ സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവാണ് നിലവിൽ മുംബൈയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യമായ താരമെന്നാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ചീഫ് സെലക്ടറുമായിരുന്ന K. ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടിരുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ലോകകപ്പ് നേടിയത്. മുംബൈ ഇന്ത്യൻസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹാർദിക് തന്നെ മുന്നോട്ട് വന്ന ഞാൻ മാറി നിൽക്കാം, സൂര്യ നയിക്കട്ടെ എന്ന് പറയണമെന്നായിരുന്നു ശ്രീകാന്തിന്റെ അഭിപ്രായം. ശ്രീകാന്തിന്റെ പ്രതികരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലാണ് ഇക്കാര്യം ചർച്ചാ വിഷയമായത്. എന്നാൽ പലരും രോഹിത് ശർമ്മ നായകനെ തിരിച്ചു വരണം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കാരണം 5 തവണ കിരീടം നേടിക്കൊടുത്ത താരമാണ് രോഹിത് ശർമ്മ. മാത്രമല്ല എക്സ്പീരിയൻസ് കൊണ്ടും രോഹിത് വളരെ മുന്നിലാണെന്നും ആ ഒരു സീനിയോറിറ്റി കൊണ്ട് തന്നെ മുംബൈക്ക് അത് അനുകൂലമാകുമെന്നും കിരീടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ പേരും ശ്രീകാന്തിന്റെ ഈ അഭിപ്രായത്തെ മാനിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫും രോഹിത്തിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ പാണ്ഡ്യയെ പ്രതികൂലിച്ചും രംഗത്തെത്തി. ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ രോഹിത്തിനെ മുംബൈ പ്രധാനമായും ഉപയോഗിച്ചത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വലിയ മണ്ടത്തരം മുംബൈ ടീം കാണിക്കരുത് എന്നാണ് കൈഫ് ഉപദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം 2ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒന്നിനു പുറകെ ഒന്നായി സിക്സറുകൾ അടിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ ശരിക്കും പതറിപ്പോയത് കണ്ടതാണ് എന്നൊക്കെയാണ് മുഹമ്മദ് കൈഫ് പറയുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്ത് ചെയ്യണമെന്ന് പോലും ഹാർദിക്കിന് അറിയില്ല എന്നും കൈഫ് പ്രതികരിച്ചിട്ടുണ്ട്. പഞ്ചാബുമായുള്ള അന്നത്തെ 2ാം ക്വാളിഫയർ പോരാട്ടത്തിൽ മുംബൈക്ക് വേണ്ടി അശ്വിനി കുമാർ ഏതാണ്ട് 60 റൺസോളം വഴങ്ങിയിരുന്നു. നിർണായക സാഹചര്യങ്ങളിൽ ഒരു ബൗളർ പന്തെറിയാൻ തയ്യാറെടുക്കുമ്പോൾ അയാൾക്കരികെ രോഹിത് ശർമ്മയുണ്ടെങ്കിൽ അത് വളരെയധികം ആശ്വാസം നൽകുമെന്നുമൊക്കെയാണ് കൈഫ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവരും ഹാർദിക്കിന്റെ കഴിഞ്ഞ വർഷത്തെ അടക്കം നായക മികവിൽ സംശയം പ്രകടിപ്പിക്കുമ്പോഴും നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2022 ഗുജറാത്ത് ടൈറ്റൻസിൽ നായകനായി ചേക്കേറിയ അതേ സീസണിൽ തന്നെ അവർക്ക് കിരീടം നേടിക്കൊടുക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത സീസണിൽ അതായത് 2023 IPLൽ ഗുജറാത്തിനെ റണ്ണറപ്പുകളാക്കിയതും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി മികവിൽ തന്നെയാണ്. അതേസമയം 2024 മുംബൈയിലേക്ക് ഹാർദിക് തിരിച്ചെത്തിയത് നായകനായിട്ടായിരുന്നു. ഗുജറാത്തിനെ നയിച്ച മികവിൽ തന്നെയാണ് വലിയ തുകയ്ക്ക് പാണ്ഡ്യയെ വാങ്ങാനും രോഹിത്തിനെ മാറ്റി നായകനാക്കാനും മുംബൈയെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇതിൽ പ്രതിഷേധം വലിയ രീതിയിൽ കടുക്കുകയായിരുന്നു. മുംബൈ ഫാൻസ് പോലും സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ഹാർദിക്കിനെതിരെ തിരിഞ്ഞു. രോഹിത്തിനെ ജൈവിളിച്ചും അതുപോലെ തന്നെ ഹാർദിക്കിനെ കൂകിയുമൊക്കെയാണെന്ന് കാണികൾ തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചത്. ഈ സമ്മർദ്ദമെല്ലാം പൊടുന്നനെ നേരിടാൻ കഴിയാതെ ഹാർദിക് പാണ്ഡ്യ തളർന്നപ്പോൾ അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയാണ് ആ സീസൺ മുംബൈ ഇന്ത്യൻസ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ സീസണിലും ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തുടങ്ങി. തുടരെ തോൽവികൾ ഏറ്റുവാങ്ങി മുംബൈ ഒരു ഘട്ടത്തിൽ പുറത്താകുമെന്ന് പ്രതീക്ഷിച്ച ഇടത്താണ് അവർ പതിയെ കിരീടത്തിനരികെ വരെ എത്തിയത്. ഒടുവിൽ 4ാം സ്ഥാനം നേടിയായിരുന്നു അവരുടെ മടക്കം. അതുകൊണ്ട് തന്നെ ഹാർദിക്കിന്റെ ആറ്റിറ്റ്യൂഡിനെ വെച്ച് അളക്കേണ്ടതില്ല, മറിച്ച് പ്രകടനം മാത്രം വിലയിരുത്തിയാൽ മതിയാകുമെന്നാണ് പൊതു അഭിപ്രായമായിട്ട് വരുന്നത്. ഈ ലോകകപ്പിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഹാർദിക്കിനെ നേരിടേണ്ടി വന്നത്. സഹതാരങ്ങളോടുള്ള മോശമായ പെരുമാറ്റവും ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ കാമുകിയുമൊത്തുള്ള അതിരുകടന്ന ആഘോഷവും എല്ലാം തന്നെ ഹാർദിക്കിനെതിരെ വ്യാപക വിമർശനം ഉയരാനുള്ള കാരണങ്ങളായി മാറി. ഈ സീസൺ ഹാർദിക്കിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. മുംബൈയിൽ നായകനായി എത്തിയ ശേഷമുള്ള 3ാമത്തെ സീസണാണ് ഹാർദിക്കിനത്. ഏറ്റവും മികച്ച ടീമിനെ നൽകിയിട്ടും കിരീടത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഈ സീസണോടെ തന്നെ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും തെറിക്കും. ആ സീറ്റിന് അനുയോജ്യരായവർ ടീമിലുണ്ട് എന്നതും മുംബൈ മാനേജ്മെന്റിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. 2026 T20 ലോകകപ്പ് ഫൈനലിലെ 2 ക്യാപ്റ്റന്മാരും ഈ സീസണിൽ മുംബൈക്കായി കളത്തിലിറങ്ങുന്നുണ്ട്. ഇന്ത്യയെ തങ്ങളുടെ 3ാം കിരീടത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ നായകൻ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ ഫൈനലിൽ കണ്ണുനീരണിയേണ്ടി വന്ന മിച്ചൽ സാന്റ്നറുമാണ് ഈ ക്യാപ്റ്റന്മാർ. 5 കിരീടം നേടിക്കൊടുത്ത രോഹിത് ശർമ്മയും നെടുംതൂണായി ടീമിൽ തന്നെയുണ്ട്.
മത്സരം തുടങ്ങും മുൻപ് തന്നെ ഹർദിക്കിനെതിരെ വിമർശകർ വാളെടുത്തിട്ടുണ്ടെങ്കിൽ മത്സരത്തിലുണ്ടാകുന്ന ഓരോ തിരിച്ചടികളുടെ ഭാരവും ഒറ്റയ്ക്ക് ഹർദിക്ക് ചുമക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സീസൺ തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായിട്ട് കൂടി വേണം ഹർദിക്ക് കാണാൻ.